വനാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നതിനൊപ്പം തന്നെ കുടിലുകളിലും മാളങ്ങളിലും കഴിഞ്ഞിരുന്ന ഇവിടുത്തെ ഭൂരിഭാഗം കുടുംബത്തിനും കോൺക്രീറ്റ് വീടുകൾ നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. വീട് ഇപ്പൊ കിട്ടി. അത് രണ്ടൊന്ന് വെളിച്ചം പറഞ്ഞു കയറ്റെന്ന് വെച്ചാൽ കാടിന് ഒരങ്ങാറുണ്ട്. പേടി, ആനശല്യോ പന്നിയോ മൃഗങ്ങൾ ഇറങ്ങുന്ന അതൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. അത് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ടും കിട്ടിയിട്ടുണ്ട്, പക്ഷെ വീടിന് കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. ഇനിയും അവശേഷിക്കുന്ന വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നു. ഇവർക്ക് സർ വീടായല്ലോ, അവിടേക്കുള്ള ഇലക്ട്രിസിറ്റിയുടെ കാര്യം അവർ പറയുന്നുണ്ട്, അതുപോലെ വീട്ടു നമ്പറിന്റെ, ഇങ്ങനെ അതിന്റെയൊക്കെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? തുടർ നടപടി ലൈന് വലിച്ചിട്ടുണ്ട്. നിലവിൽ മാർച്ച് 31-നുള്ളിൽ ലൈറ്റ് കൊടുക്കും. വീട് അവർ മാറി താമസിക്കുന്ന മുറയ്ക്ക് കൊടുക്കും. അതുപോലെ തന്നെ വീട്ടു നമ്പറും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വഴി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇപ്പൊ ചെയ്ത വഴിയാണത്. ഇവയുടെ പൂർത്തീകരണത്തോടെ മേപ്പാടത്തും ചീക്കുഴിയിലുമുള്ള മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും സ്വന്തമായൊരു വീട് നൽകിയതിന്റെ ആത്മസംതൃപ്തിയിലാകും പുതുപരിയാരം പഞ്ചായത്ത്. ഈ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് തീർച്ചയായും നമ്മുടെ ജോറിക്ക് ചോദിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. സർ, ആദ്യമായിട്ട് പുതുപ്പരിയാരം പഞ്ചായത്ത് ആദിവാസി ജനങ്ങളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. മൊത്തം ജനസംഖ്യയിൽ എത്ര പേര് ആദിവാസികളായിട്ട് വരും? 50 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. 50? ഏകദേശം 180ഓളം പോപ്പുലേഷൻ, മൊത്തം കണക്കാക്കിയാൽ 180ഓളം പോപ്പുലേഷനേ വരത്തുള്ളൂ. അത്രേ വരുള്ളൂ? അത്രേ ഉള്ളൂ. അപ്പോൾ 3 ഹാംലെറ്റിലായിട്ട് അവർ താമസിക്കുകയാണ്. അത് ശരി. അപ്പോൾ അവരുടെ ഇടയിൽ ഇപ്പോൾ വീട് വെച്ച് കൊടുത്തു, പിന്നെ അവരുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി, പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ ഇതാക്കി. ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഇത് ഈ മാതിരിയുള്ള? ഞങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷമായിട്ട്. അതുകൊണ്ട് പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സർ, ഇവർ നേരത്തെ ഞങ്ങളെ കാണുമ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീകളും കുട്ടികളും വീടിനകത്ത് ഓടി ഒളിക്കുകയായിരുന്നു. സംസാരിക്കാൻ പോലും നമ്മളോട് കൂട്ടാക്കില്ല. കാരണം അങ്ങനെ നാണം കുടികളായിട്ട് അവർ ഒരു 10-15 ദിവസം തുടർച്ചയായിട്ട് മലയിൽ താമസിക്കുന്ന ആളുകളാണ്. ഈ പാറ ഇടുക്കുകളിൽ താമസിച്ച് അവിടെ തന്നെ വെച്ചുകൊണ്ട് താമസിക്കുന്ന ആളുകളാണ്. കുറച്ച് ദിവസം മാത്രമേ ഈ വീടെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഓല കൂട്ടിവെച്ചിട്ടുള്ള കുടിലുകളാണ്. അവിടെ 4-5 ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ. ഈ വനവിഭവങ്ങൾ കൊണ്ടുവന്ന് അത് വിറ്റ് അതിൽ നിന്ന് വരുമാനം കൊണ്ട് അരിയോ മറ്റോ വാങ്ങിച്ച് കഴിക്കും. അത് കഴിഞ്ഞാൽ പട്ടിണിയാണെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ആ സ്വഭാവത്തിൽ നിന്ന് നമ്മളവിടെ ആളുകളെ നമ്മൾ ഒരു പരാതി അവർക്കില്ല, ഒരു ഡിമാൻഡും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിനാണ് ഞങ്ങളവിടെ ചെന്ന് അവരെ ഒന്ന് സമീപിച്ച് ആവശ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബോധവൽക്കരണം എന്നുള്ളൊരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വന്നത്. കാരണം അവരെ ഒരു ബോധവൽക്കരിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവൂ എന്നുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങളൊരു 3 മാസം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഈ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ വെറുതെ പറയാൻ മാത്രം വിളിച്ചാൽ അവർ വരില്ല. അപ്പോൾ ഉച്ചനേരത്തേക്കുള്ള ഭക്ഷണം എല്ലാവർക്കും കൂടി ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കുറേ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണം വെച്ചു കൊടുത്ത് ക്ലാസ്സുകൾ എടുക്കാൻ ഇപ്പോൾ ഒരു ടീച്ചറെ ഞങ്ങൾ നിയമിച്ചു. അതുകൂടാതെ തന്നെ പല സന്ദർഭങ്ങളിലായി ഈ ഡോക്ടേഴ്സ്, അതിലെ അഡ്വക്കേറ്റ്സ്, പിന്നെ സാമൂഹ്യ പ്രവർത്തകർ, ICDS-ലെ ഉദ്യോഗസ്ഥർ, പിന്നെ കോളേജിലെ സ്റ്റുഡൻസ്, പല തമിഴ്നാട്ടിൽ നടക്കം കോയമ്പത്തൂർ നടക്കം കോളേജിൽ നിന്ന് കുട്ടികളൊക്കെ വന്നിരുന്നു. അവരൊക്കെ ഒന്ന് ബന്ധപ്പെടുത്തി അങ്ങനെ ഒരു മൂവ്മെൻ്റ് ആക്കിയപ്പോൾ അവരുടെ ആ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഞങ്ങൾ പോകുമ്പോൾ ചിരിക്കാൻ തുടങ്ങി, വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ വന്ന് ഒരുപാട് നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈറ്റ് കത്താണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ പരാതിയായിട്ട് അവർ എത്തും. അപ്പോൾ ആ ഒരു പ്രകടമായിട്ടുള്ളൊരു മാറ്റം. അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ടോ? സ്വന്തമായിട്ട് ഇപ്പോൾ അവർ ഈ വനാവകാശ നിയമം വന്നപ്പോൾ തന്നെ കുറേ ഭാഗത്ത് 1 ഏക്കർ വീതം അവർക്ക് സ്ഥലം അളന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ കുറേ സ്ഥലം നമ്മൾ മിച്ചഭൂമിയായിട്ട് നമ്മൾ നേരത്തെ ഒരു ഏറ്റെടുത്ത സ്ഥലം ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് ഇവർക്ക് മാർക്ക് ചെയ്ത് ഓരോ കുടുംബത്തിനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജീവിത രീതിയിൽ കുറേയൊക്കെ മാറ്റം വരുത്താൻ സാധിച്ചു. അവർക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിധത്തിൽ ഒരു സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടിൽ 2008 വേസ്റ്റ് മാനേജ്മെന്റിന് ഈ പഞ്ചായത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്തത് ഈ അവാർഡ് കിട്ടാനായിട്ട്? സാർ, ഈ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഈ സ്ഥാപന തലത്തിലും ഒക്കെ തന്നെ ശുചീകരണ കമ്മിറ്റികൾ ഞങ്ങൾ രൂപീകരിക്കുകയും പിന്നെ 13 മണ്ണിര കമ്പോസ്റ്റുകൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പല ഭാഗത്തായിട്ട് നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ വേസ്റ്റ് എല്ലാ ഭാഗത്തും ഈ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തന്നെ കളക്ട് ചെയ്ത് ഈ കുടുംബശ്രീകളുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തന്നെ ഈ ചെറിയ ചെറിയ
മണ്ണിര കമ്പോസ്റ്റുകളാണ്, അതിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഈ ശുചീകരണം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ മുഴുവൻ ആളുകളെയും ഇറക്കിക്കൊണ്ട് ഒരു മാസ് ക്ലീനിങ്ങും ഞങ്ങൾ നടത്തുമായിരുന്നു. പിന്നെ സ്കൂളുകളിൽ, ആശുപത്രികളിലെല്ലാം തന്നെ ഈ മാസ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ശുചീകരണം നടത്തിയിരുന്നു. ആ പ്രവർത്തനത്തിന് അധികരിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് അവാർഡെന്ന് ഈ ദേശീയ സെമിനാറിൽ വെച്ചിട്ടാണ് ഈ ജൈവമാലിന്യമല്ലാത്ത പ്ലാസ്റ്റിക്, കുപ്പി അങ്ങനെയുള്ളതെല്ലാം പ്ലാസ്റ്റിക് ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൂർണ്ണതോതിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തോടു കൂടി ഈ മാലിന്യം ഈ പ്ലാസ്റ്റിക് സംസ്കരിക്കുന്ന ഒരു പരിപാടിയും IRTC ആണ് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. എന്ത് കപ്പാസിറ്റി ഉണ്ട് ഈ വരാൻ പോകുന്ന? 2 ടണ്ണാണ് ഡെയിലി. 2 ടണ്ണാണ്. അതെ അതെ, അത്രയ്ക്ക് അവിടെ വരൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പഞ്ചായത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും സംസ്കരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആദിവാസി വികസനം ഒരു കേന്ദ്ര പദ്ധതിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ പഞ്ചായത്തായിരിക്കും. അതിൽ അഭിനന്ദനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാനുള്ളത് വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ആദിവാസികൾക്ക് സ്വന്തം നിലയിൽ പങ്കെടുക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി എന്തെല്ലാം പദ്ധതികൾ പഞ്ചായത്തിൻ്റെതുണ്ട്? ഇത്രയും 180 ആളുകളുണ്ടെന്ന് പറഞ്ഞു. അവരിൽ എത്ര കുട്ടികളുണ്ട്? അവർ സ്കൂളിൽ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം? അവർ സ്കൂളുകളിൽ നിൽക്കുന്നുണ്ടോ? ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചറിന് അതിനെക്കുറിച്ച് വിദ്യാഭ്യാസത്തിൽ അവർ പങ്കാളികളാണ്? 45 കുട്ടികളാണുള്ളത്. അതിൽ ഇപ്പോൾ എല്ലാവരും സ്കൂളിൽ ചേർത്തിട്ടുണ്ട്, പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 50 കുടുംബമുണ്ട്. അതിൽ 45 കുട്ടികൾ, പിന്നെ ബാക്കി മുതിർന്നവരാണ്. അവർക്കും ക്ലാസ് എടുത്തിരുന്നു. സാക്ഷരതാ പ്രവർത്തനം എന്ന നിലയിലാണ് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഒളിച്ചോടി പോകുമായിരുന്നു, വരില്ലായിരുന്നു, ക്ലാസ്സിലേക്ക് വരില്ലായിരുന്നു. പിന്നെ നിരന്തരമായ സമീപനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവരെ ക്ലാസ്സിലേക്ക് അവരെ സ്കൂളിൽ നിർത്താനുള്ള പ്രത്യേക പദ്ധതികളൊന്നും ആവിഷ്കരിച്ചതായിട്ട് പറഞ്ഞു കണ്ടില്ല. അല്ല, സ്കൂളുകളിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യമൊക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ യൂണിഫോം സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മിക്കവാറും കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ പോകാത്ത പ്രശ്നം അവിടെ വരുന്നില്ല. പിന്നെ ഞങ്ങളൊരു കിൻഡർ ഗാർഡൻ ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ കുട്ടികളെ സംരക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ സാക്ഷരതയുടെ ഒരു പ്രേരകനതിന് വേണ്ടിയിട്ട് അവർക്ക് പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് അതിനുവേണ്ടി ട്രൈബൽ ഏരിയയിൽ മാത്രമായിട്ട് ഞങ്ങൾ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ച ശ്രീ അയ്യപ്പൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും പറയുമെങ്കിൽ നന്നായിരുന്നു. എങ്ങനെയാണ് ആദിവാസികളുടെ ഇന്നത്തെ ജീവിതം? ഇനി അതെങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു? ഞങ്ങൾ മലയ്ക്ക് പോകും. മലയ്ക്ക് പോകും, തേനെടുക്കാൻ പോകും, വിറകിന് പോകും, കൃഷിപ്പണിക്ക് പോകും. ഇനി എന്താണ് വേണ്ടത്? ഇനി എന്താണ് വേണ്ടത്? ഇനി എന്താ വേണ്ടത്? നമുക്ക് ജീവിക്കാനുള്ള വഴി വേണമല്ലോ. അതായിട്ടില്ല ഇതുവരെ. അത് ആയിട്ടില്ല. അതിനെന്താ വേണ്ടെന്നാ ചോദിക്കുന്നത്? പഞ്ചായത്ത് ഇനി എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്? വീട് വെച്ച് തന്നു, TV തന്നു, എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഇനിയിപ്പോ ഞങ്ങൾക്ക് ജീവിക്കണ്ട, അത് മതിയോ? അപ്പൊ എന്ത് വേണം എന്ന് പറയൂ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നമുക്കിനി ആടോ കോഴിയോ? സർ, ഞങ്ങൾ ഇവരെ ആനുകൂല്യങ്ങൾ വാങ്ങി അതിനുവേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സമൂഹമല്ലാതെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, അത് വാങ്ങുക, അടുത്ത ആനുകൂല്യത്തിന് വേണ്ടി കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നിലനിൽക്കുകയുള്ളൂ. അതിനപ്പുറത്ത് തൊഴിൽ ചെയ്ത് അവർക്കുള്ള മിനിമം സൗകര്യങ്ങൾ, വീട്, വെള്ളം, വെളിച്ചം, അത് പഞ്ചായത്ത് കൊടുത്തു. തൊഴിൽ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ തൊഴിലുറപ്പിലൂടെ അവർക്ക് മാതൃകയാക്കി കൊടുത്തു. അപ്പോൾ അവർക്ക് കുടുംബശ്രീ വല്ലതും ഉണ്ടോ? കുടുംബശ്രീ അവരുടെ മാത്രമായിട്ട് ഞങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പതുക്കെ അവർ സ്വയം പ്രവർത്തിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിച്ച് വരുമാനം ഉണ്ടാക്കി മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ല, അതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം തന്നു. ആട്, കോഴിയൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടോ പഞ്ചായത്തിൽ നിന്ന്? വെള്ളമില്ല. വെള്ളത്തിന് ഇപ്പോൾ അവിടെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ 2 ലക്ഷം രൂപയ്ക്ക് അതിനെ പൈപ്പുകളാക്കി വിടാനുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പം നിലവിൽ വെച്ചിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം തന്നെ ചെയ്യും. അത് അടി പാറയാണ്. പാറ ഇപ്പോൾ ഈ മാസം പോയപ്പോൾ വെള്ളം വെട്ടുവിൻ്റെ. അയ്യപ്പൻ്റെ വീട്ടിലെ കുട്ടികളുണ്ടോ? സ്കൂളിൽ പോകുന്ന പ്രായത്തിലുള്ള കുട്ടികളുണ്ടോ? അയ്യപ്പൻ്റെ വീട്ടിലെ കുട്ടികളുണ്ടോ? കൊച്ചു കുട്ടികളെ അവരൊക്കെ സ്കൂളിൽ പോകണുണ്ടോ? പോയിട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? അവര് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളെ എന്ത് പ്രായമുള്ള കുട്ടികളാണ്? എത്ര വയസ്സുള്ള കുട്ടികളാണ്?
അഞ്ച് വയസ്സുള്ള കുട്ടികളാണ്. അവര് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ അവർക്ക് പാഠം വായിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ടോ വീട്ടിൽ? പഠിക്കുമല്ലോ?